ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കളിയിൽ അമ്പയറുടെ തീരുമാനത്തിനെതിരെ പ്രതികരിച്ച രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണെതിരെ അച്ചടക്ക നടപടി വന്നിരിക്കുകയാണ്. മത്സര ഫീയുടെ 30% തുക പിഴയാണ് ശിക്ഷയായി മാച്ച് റഫറി സഞ്ജുവിന് മേൽ ചുമത്തിയിട്ടുള്ളത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കളിയിൽ രാജസ്ഥാൻ റോയൽസ് ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു വിവാദ സംഭവങ്ങൾ അരങ്ങേറിയത്. റോയൽസ് 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മത്സരത്തിൽ 46 പന്തുകളിൽ 86 റൺസ് നേടി ടീമിന്റെ ടോപ്പ് സ്കോററായത് സഞ്ജു ആയിരുന്നു. മുകേഷ് കുമാർ എറിഞ്ഞ 16-ാം ഓവറിൽ സിക്സർ പറത്താനുള്ള സഞ്ജുവിന്റെ ശ്രമം ലോങ് ഓണിൽ ഷായ് ഹോപ്പിന്റെ ക്യാച്ചിൽ അവസാനിച്ചു. ഈ ക്യാച്ചാണ് വിവാദമായത്. ക്യാച്ച് എടുത്ത ഷായ് ഹോപ്പിന്റെ കാലുകൾ ബൗണ്ടറി കുഷ്യനിൽ തട്ടിയോ എന്ന സംശയം വന്നതിനാൽ അന്തിമ തീരുമാനമെടുക്കാൻ ഫീൽഡ് അമ്പയർമാർ TV അമ്പയറിന്റെ സഹായം തേടി. എന്നാൽ ഇത് ശരിയായ ക്യാച്ചാണെന്നും സഞ്ജു ഔട്ടാണെന്നുമായിരുന്നു TV അമ്പയറായ മൈക്കൽ ഗഫ് വിധിച്ചത്. രാജസ്ഥാൻ റോയൽസിന്റെ ഡഗ് ഔട്ട് ആകട്ടെ ഞെട്ടലോടെയാണ് ഈ തീരുമാനം കണ്ടത്. TV അമ്പയർ ഔട്ട് വിളിച്ചതോടെ സഞ്ജു ശാന്തത കൈവിട്ടു. ഈ വിക്കറ്റിനെ ചൊല്ലി ഫീൽഡ് അമ്പയർമാരായ KL അനന്തപത്മനാഭനോടും ഉല്ലാസ് ഖണ്ഡയോടും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. എന്നാൽ TV അമ്പയറിന്റെ തീരുമാനം അന്തിമമായതിനാൽ സഞ്ജുവിന് പുറത്തേക്ക് പോകാതെ മറ്റ് മാർഗമുണ്ടായിരുന്നില്ല. തന്റെ വിക്കറ്റിൽ അതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. വിക്കറ്റ് തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മൈതാനത്ത് തുടർന്നതിനാണ് സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടിയും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലുമുള്ളത്. ആരാധകർ ഒറ്റക്കെട്ടായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസൺ പുറത്തായത് കളിയിൽ വഴിത്തിരിവാകുകയും ചെയ്തിരുന്നു. സഞ്ജു പുറത്താകുന്നതിന് മുമ്പ് 27 പന്തിൽ 60 റൺസ് ആയിരുന്നു രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ അവസാന ഓവറുകളിൽ സമ്മർദ്ദത്തിലേക്ക് വീണതോടെ രാജസ്ഥാൻ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ഋഷഭ് പന്ത് നയിച്ച ഡൽഹിക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ 20 റൺസിന്റെ തോൽവിയാണ് സഞ്ജുവും ടീമും ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 221 എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ മറുപടി 201-ൽ അവസാനിക്കുകയായിരുന്നു. രാജസ്ഥാൻ തോറ്റെങ്കിലും കടുകട്ടി പോരാട്ടം തന്നെയായിരുന്നു ഇരു ടീമുകൾക്കും ഇത്. ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ജയം നേടുമെന്ന് തോന്നിപ്പിച്ച കളിയാണ് അവസാന ഓവറുകളിലൂടെ ഗംഭീര തിരിച്ചുവരവിൽ ഡൽഹി പിടിച്ചത്. തോൽവിക്ക് ശേഷം സംസാരിക്കവേ രാജസ്ഥാന് ജയിക്കാമായിരുന്ന കളിയായിരുന്നു ഇതെന്ന് അഭിപ്രായപ്പെട്ട സഞ്ജു എതിർ ടീമിലെ ഒരു താരത്തെ പേരെടുത്ത് പ്രശംസിക്കാനും മറന്നില്ല. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ വിജയലക്ഷ്യം മറികടക്കാൻ സാധിക്കുന്നതായിരുന്നുവെന്നാണ് സഞ്ജുവിന്റെ ആദ്യ പ്രതികരണം. ബോളിംഗ് സമയത്ത് കുറച്ച് ബൗണ്ടറികൾ വഴങ്ങാതിരുന്നെങ്കിൽ തങ്ങൾക്ക് ഈ സ്കോർ മറികടക്കാൻ കഴിഞ്ഞേനെയെന്നും സഞ്ജു പറഞ്ഞു. മത്സരത്തിൽ തങ്ങൾ തോറ്റെന്നും കളി തോറ്റത് എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിനായി ഡെത്ത് ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച ട്രിസ്റ്റൻ സ്റ്റബ്സിനെ പ്രശംസിക്കാനും സഞ്ജു മറന്നില്ല. സന്ദീപ് ശർമ്മയ്ക്കെതിരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതിന് സ്റ്റബ്സിന് ക്രെഡിറ്റ് നൽകേണ്ടതുണ്ടെന്നും സഞ്ജു പറഞ്ഞു. ഒപ്പം രാജസ്ഥാന്റെ ഏറ്റവും മികച്ച ബോളർമാരായ ചഹലിനും സന്ദീപിനുമെതിരെ സ്റ്റബ്സ് വളരെ നന്നായി കളിച്ചെന്നും 2-3 സിക്സറുകൾ നേടിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 6-ാം നമ്പറിൽ ക്രീസിലെത്തിയ സ്റ്റബ്സ് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. 20 പന്തുകളിൽ നിന്ന് 3 ബൗണ്ടറികളും സിക്സറുകളും അടക്കം അദ്ദേഹം 41 റൺസ് നേടി. ഡൽഹിയെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കാൻ ഈ ഇന്നിംഗ്സ് സഹായിക്കുകയും ചെയ്തു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരം കഴിയുമ്പോൾ 11 മത്സരങ്ങളിൽ 16 പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത് തുടരുകയാണ്. 11 കളികളിൽ 16 പോയിന്റ് തന്നെയുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് നിലവിൽ ലീഗിലെ 1-ാം സ്ഥാനക്കാർ. ഒരേ പോയിന്റ് ആണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റ് KKRനെ 1-ാം സ്ഥാനത്തെത്തിക്കുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം മെയ് 12 ഞായറാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ്. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം. ഈ കളിയിൽ വിജയിക്കാനായാൽ 2 മത്സരം ബാക്കി നിൽക്കെ രാജസ്ഥാന് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കാം.